ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. എന്നോട് കൂട്ടുകറീൻ്റെ റെസിപ്പിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് കൂട്ടുകറി കാണിക്കാമെന്ന്. ഓക്കെ, അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കപ്പിൽ 1/4 കപ്പിനേക്കാളും ഉണ്ടാവും കടല. അത് നമ്മൾ തലേന്ന് കുതിർത്ത് വെക്കണം. ഇനി അഥവാ നിങ്ങളോട് കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നിങ്ങളെന്ത് ചെയ്യണം, പിന്നെ ഇത് നല്ലോണം കടല കഴുകിക്കളയുക. എന്നിട്ട് പതക്കുന്ന വെള്ളത്തിൽ ഈ കടലേന ഇട്ടിട്ട് അങ്ങനെ അങ്ങ് മൂടിക്കളാം. അതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നല്ലോണം കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ വേവുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. ഇത് മെയിനായിട്ട് കടല വേവലാണല്ലോ നമ്മളെ പ്രശ്നം, അതുകൊണ്ട് അത് വെന്തോളും. ഓക്കെ, പിന്നെ പച്ചക്കായും ചേനയും. പച്ചക്കായ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ മുറിച്ചത്, പിന്നെ ചേന. പിന്നെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കടലേനേക്കാളും എപ്പോഴും വെജിറ്റബിൾസ് പച്ചക്കായും ചേനയും ആയിരിക്കണം കൂടുതൽ വേണ്ടത്, ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വേണ്ടത്. ഓക്കെ, ഞാൻ കുക്കറിലേക്ക് ഇത് ഇടാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അത് വേണമെങ്കിൽ നമുക്ക് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പിന്നെ ഇടാലോ. പിന്നെ വെള്ളം. ഓക്കെ, ഇനി ഇതൊന്ന് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ മൂടിയിട്ട് അടുപ്പത്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെക്കാം. ഇതൊരു 4 വിസിലായിക്കോട്ടെ. കടലക്ക് വേവുണ്ടല്ലോ, അതുകൊണ്ട് 4 വിസിൽ കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജാർ എടുത്തിട്ട് പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളകില്ലേ അതെന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒന്ന് ഈ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം ഈ തേങ്ങ. എന്നിട്ട് അതിന് ശേഷം ഈ തേങ്ങയും കുറച്ച് വെള്ളം, ചെറുങ്ങനെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ തേങ്ങ. എന്താ വെച്ചാൽ നമ്മൾ അരച്ച് കളയാൻ പാടില്ല, വല്ലാണ്ട് അങ്ങ് അരച്ച് കളയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഒതുക്കുക എന്ന് പറയും നമ്മളെ നാടൻ ഭാഷയിൽ പറയാൻ. തേങ്ങ ഒതുക്കി ഒഴിക്കുക, അങ്ങനെ ഒതുക്കിയിട്ട് എടുക്കണം. ഓക്കെ, ഞാൻ ഒന്ന് ചെയ്യട്ടെ. കണ്ടോ നിങ്ങൾ, ക്രഷ് ചെയ്തെടുത്തതാണ് ജീരകവും പെപ്പറും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ ഇടണം. ഈ ഒരു കപ്പിൽ നിറച്ചും, കുറച്ച് വലിയ കപ്പായത്, ഇതിൽ നിറച്ചുവാണേ ഞാൻ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ക്രഷ് ചെയ്യാന്ന് തന്നെ പറയാം, ഒതുക്കിയെടുക്കുക. ഓക്കെ, കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ഒതുക്കിയെടുത്തത്. ഇങ്ങനെ ഒതുക്കിയെടുക്കുക ചെയ്യേണ്ടത്. തേങ്ങ അരക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ ഇതിനി ഒന്ന് കുക്കർ തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമുക്കിത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നതാണ്. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ട, ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒതുക്കിയതില്ലേ, അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. ഈ തേങ്ങ ഒതുക്കിയത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, നമ്മൾ അരപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടതാണേ. കുറച്ചൊന്ന് ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യണോ,
നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിക്കണം. ഈ അരപ്പും ഇതെല്ലാം ഇതിൻ്റെ അകത്ത് മിക്സ് ആവണമല്ലോ, അപ്പോൾ നല്ലോണം ഒന്ന് വേവിക്കണം. ഓക്കെ, ഇതാ നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം. നല്ലോണം പതക്കുന്നുണ്ട്. നല്ലോണം പതക്കുന്നുണ്ട്. ഇത് പോരാ, കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ. ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. പിന്നെ ഫ്ലെയിം ഒന്നങ്ങ് കുറച്ചാളയണേ, നമ്മൾ പതിച്ച് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേഗം അടിയിൽ പറ്റിക്കളയും. ഓക്കെ, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടിക്കള. ആ പച്ച അരപ്പിൻ്റെ മണമെല്ലാം ഒന്ന് പോകണമല്ലോ, അപ്പോൾ ആ ടേസ്റ്റെല്ലാം ഇതിലേക്ക് കഴിയണം, നമ്മളെ കഷ്ണത്തിലും കടലയിലെല്ലാം. അപ്പോഴേ കൂട്ടുകറി ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്നും കൂടി ആയിക്കോട്ടെ. നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. നല്ലോണം ആയിട്ടുണ്ട്, കൂട്ടുകറി റെഡിയായി. ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പോരെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണേ. നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തടുക്ക പാൻ വെച്ചിട്ട് വറുത്തിടാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്ന് കുറച്ച് വലിയ പാനാണ് യൂസ് ചെയ്ത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തടുക്ക പാനല്ല. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 സ്പൂണ് കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 3 സ്പൂണ് തേങ്ങ, ചിരകിയ തേങ്ങയില്ലേ അത്. നല്ലോണം ഒന്ന് വഴറ്റണം. ഇത് ബ്രൗൺ കളറാവണം. ഓക്കെ, ഇതാ തേങ്ങ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 കായ് പിരിയമുളകും, അല്ലെങ്കിൽ മറ്റേ മുളകാണെങ്കിൽ അതും മതിയേ. ഞാൻ പിരിയമുളക് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ കൂട്ടുകറിയിലേക്ക് ചെയ്യും. ഇതാ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് ഹെൽത്തിയും കൂടിയാണ്. ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഹെൽത്തിയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറ എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബും, പിന്നെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ ഷെയറിങ്ങും ലൈക്കും, ഇതൊന്നും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുന്നില്ല. ഇതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ബൈ.